നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടായാൽ കുട്ടികളൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കണേൽ ഇസ്ലാമിക വിധി എന്താ? ഞാൻ പറഞ്ഞു ഇസ്ലാമിക വിധി കുട്ടികളെ ബർത്ത്ഡേ ആഘോഷിക്കുക, അതിന് വേണ്ടി കേക്ക് മുറിക്കുക. ഞാൻ പറഞ്ഞു അത് കുറെ പൊട്ടന്മാരുണ്ടാക്കി വെച്ച കുറെ സമ്പ്രദായം. ഇതല്ലാതെ വേറെന്താ? അവനാന്റെ കുട്ടി ജനിച്ച ദിവസം വരുമ്പോ ആളുകളെ കൂട്ടി കേക്ക് മുറിക്കുക എന്ന് പറഞ്ഞാൽ കുറെ വിദ്യാളായ മന്ദബുദ്ധികൾ ഉണ്ടാക്കി കുറെ കാട്ടിക്കൂട്ടലുകൾ. ഇതല്ലാതെ വേറെന്താ? അപ്പൊ അയാൾ എന്നോട് ചോദിക്കുകയാണ്, അല്ല അപ്പ പിന്നെ മുഹമ്മദ് നബിന്റെ ബർത്ത്ഡേ വരുമ്പോ നിങ്ങൾ കാട്ടിക്കൂട്ടണില്ലേ? അവിടെയാണ് അപകടം. കാരണം ഇയാൾ ചിന്തിക്കുന്ന എന്താ, നിങ്ങള് എന്റെ മോനെ പോലെ ഒരു മുഹമ്മദ് മുത്ത് റസൂലുള്ളാഹിയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ഒരുപോലെ തന്നെയല്ലേ? ആ ചിന്ത വന്നാ പിന്നെ എന്തിന്ന നിസ്കാരം, ആ ചിന്ത വന്നാ പിന്നെ എന്തിന്ന നോമ്പ്? ഖാലിഖായ റബ്ബവനെ കൈയൊഴിയും കേട്ടോ. കാരണം അല്ലാഹുവിന്റെ ഹബീബിനെ നമ്മളെ പോലെ ഒരു സാധാരണ മനുഷ്യനായി ചിന്തിക്കരുതേ. മുഹമ്മദുൻ ബശറുൻ ലകൽ ബശരി യഖൂത്തുൻ ഹജറുൻ ലകൽ ഹജരി. മുഹമ്മദ് മനുഷ്യനാണ്, പക്ഷേ സാധാരണ മനുഷ്യനല്ല. ഈ ഒരു ചിന്ത വന്നാലേ ഓനക്ക് ഈമാൻ ഉണ്ടാകൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെ പോലെ ഒരാള് അങ്ങനെ വരുന്ന ആവ് കൊണ്ട് പറഞ്ഞാൽ അവന്റെ ഈമാന് കെട്ടുപോയി. ഇനി അവൻ രാവും പകലും സുജൂദിൽ കിടന്നാൽ അവന്റെ നെറ്റിയിൽ തഴമ്പുണ്ടാകും. അവനെ കൊണ്ടുപോയി തോട്ടത്തിൽ കണ്ണീറിന് വെക്കാമെന്നല്ലാതെ അവന്റെ അമല് അല്ലാഹുവിന് വേണ്ട. കാരണം അല്ലാഹുവിന്റെ ഹബീബിനെ ഇകഴ്ത്തിയാൽ, ലോകത്തിന്റെ നേതാവിനെ താഴ്ത്തിക്കെട്ടിയാൽ അവനോട് അല്ലാഹുക്ക് പൊരുത്തമുണ്ടാവില്ല. അള്ളാന്റെ ഹബീബ് മനുഷ്യനാണ്, പക്ഷേ നമ്മളെ പോലെ ഇതുപോലെ കല്ല്, ലോകത്ത് പല കല്ലും ഉണ്ട് അല്ലേ? പല കല്ലുമില്ലേ? ഏതൊക്കെ കല്ല്? വെട്ടല്ല്, വെള്ളാരം കല്ല്, കരിങ്കല്ല്, താബൂക്ക് കല്ല്, മൂത്രക്കല്ല്, ഒക്കെ കല്ലെന്നെ. എല്ലാം ഇതേപോലുള്ള ഒരു കല്ലാണോ യാക്കൂത്ത്? അല്ല. അള്ളാഹുവിന്റെ ഹബീബ് മനുഷ്യനാണോ? അതെ. എന്നാ സാധാരണ നമ്മളെ പോലെയുള്ള മനുഷ്യനോ, നമ്മളെ പോലെയുള്ള സാധാരണക്കാരനോ അങ്ങനെ പറയരുതേ എന്ന് മാത്രമല്ല, അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുതേ. നിസ്കാരത്തിൽ സാധാരണ ഒരു മനുഷ്യനോട് സംസാരിച്ചാൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്. നിസ്കാരത്തിൽ ഒരാൾ വന്നപ്പോ അസ്സലാമു അലൈക യാ കുഞ്ഞാമദ് എന്ന് ഞാൻ വിളിച്ചാൽ നിസ്കാരം ബാത്തിലായി. കാര്യം ഇത് അല്ലാഹുമായുള്ള മുനാജാത്ത, ഇത് കുഞ്ഞാമിനെ വിളിക്കേണ്ട നിസ്കാരമല്ല. നിസ്കാരം ബാത്തിലായി. എന്താ കാരണം? നിസ്കാരം സാധാരണ ഒരാളെ വിളിക്കേണ്ട സ്ഥലമല്ല. അല്ലാഹു പറയാ, അല്ലാഹുവിന്റെ ദീന് പറയാണ്, എന്നാ ഒരാളെ നിങ്ങൾ വിളിക്കണം നിസ്കാരത്തിൽ. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ. നബിയായിട്ടുള്ളവരെ എന്ന് വിളിച്ചാലല്ലേ നിസ്കാരം സമ്പൂർണമാകൂ. അതിലൂടെ റബ്ബ് നമ്മളെ പഠിപ്പിച്ചത്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങളെ പോലെ ഒരു സാധാരണക്കാരനായി ചിന്തിക്കുക പോലും അരുതേ. ഇതിനിടയ്ക്ക് ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങളാ പറഞ്ഞൊന്നും അല്ല ശരി, മുത്തനബി നമ്മളെ പോലുള്ള ഒരു മനുഷ്യനാണെന്ന് ഖുർആനിലുണ്ട്. ഞാൻ പറഞ്ഞു ഖുർആനിലുണ്ടാവൂല. അയാൾ പറഞ്ഞു ഉണ്ട്. ഞാൻ പറഞ്ഞു ഇല്ല. അപ്പൊ അയാൾക്ക് ഖുർആൻ ഓതി തന്നു. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലുള്ള മനുഷ്യനാണെന്ന് ഖുർആനിലില്ലേ? ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലുള്ള മനുഷ്യനാണെന്ന് ഖുർആനിലില്ലേ? ഉണ്ട്. അതിന്റെ അർത്ഥം തന്നെ സാധാരണ മനുഷ്യനല്ല എന്നല്ലേ? അതുകൊണ്ടല്ലേ ഖുൽ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കിയെന്ന് അല്ലാഹു പറയാ. നബിയെ നിങ്ങൾ പറയൂ എന്ന് അല്ലാഹു പറയുന്നതിന്റെ അർത്ഥം തന്നെ എന്താ? സാധാരണ മനുഷ്യനല്ലാത്ത കൊണ്ടല്ലേ? ആണെങ്കിൽ പറയണോ? കണ്ടതിരിയില്ലേ? അപ്പൊ ഞാൻ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ എഴുന്നേറ്റെന്ന് പറയാണ്, ഞാൻ മനുഷ്യനാട്ടോ, ഞാൻ മനുഷ്യനാട്ടോ, ഞാൻ മനുഷ്യനാട്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചിന്തിക്കുക? ഇയാൾക്ക് മുമ്പ് ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും കേട്ടിട്ടില്ലല്ലോ റബ്ബേ, ഇതിപ്പോ എന്നേ തുടങ്ങി അല്ലേ ചിന്തിക്കുക? കാരണം ഞാൻ മനുഷ്യനാന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ നോക്കിയാൽ തന്നെ തിരിയില്ലേ? പിന്നെ പറയണോ? മുമ്പൊക്കെ തിരൂര് പോയപ്പോ അവിടെ ഉണ്ട് കുറെ ആളുകൾ ഇങ്ങനെ വട്ടത്തിൽ നിൽക്കണം. നടുക്കൊരാളുണ്ട്. അയാൾ ഇങ്ങനെ നിന്നിട്ട് ഒരു കടലാസ് ഇങ്ങനെ എടുത്തിട്ട് നട്ടുച്ച വെയിലത്ത് ആളുകൾ വട്ടളിഞ്ഞ് നിൽക്കുക. ഈ മനുഷ്യൻ ഒരു കടലാസ് എടുത്തിട്ട് ആളുകളോടൊക്കെ പറയാണ്, ഇതൊരു സാധാരണ കടലാസ്, ഇതൊരു സാധാരണ കടലാസ്, ഇതൊരു സാധാരണ കടലാസ് കാണാം. അവിടെ വട്ടം കുടിക്കണം വെയിലത്ത്. അവനെ പെരി പോയി വസ്ത്രം എടുത്ത് നോക്കിയാൽ
മനുഷ്യന്മാർക്ക് വിരാന്ത അല്ല, മനുഷ്യന്മാരല്ല, ഒരു ബുദ്ധിയുള്ളവരാ. കാരണം സാധാരണ കടലാസാണിത്. സാധാരണ കടലാസാന്ന് പറയുമ്പോ തന്നെ ഇന്ന് കേൾക്കുന്നവർക്കറിയാം സാധാരണ കടലാസാണെങ്കിൽ പറയണ്ട. ഇയാൾ പറയുമ്പോ എന്തോ ഒരു അത്ഭുതം ഉണ്ട്, ഒന്ന് കണ്ടിട്ട് പോകാം. അപ്പൊ സാധാരണ കടലാസാന്ന് പറയുമ്പോ മനസ്സിലാക്കണം അല്ലാന്ന്. അപ്പൊ ആളുകൾ ഇങ്ങനെ സാഗൂതം കണ്ടുക്കുക. അപ്പൊ ഇയാൾ ഈ കടലാസ് ഇങ്ങനെ ചുരുത്തി മടക്കി റെഡിയാക്കി അതിനിങ്ങനെ മുണ്ടെടുത്തു ഇതിങ്ങനെ ഇട്ട് അയാളിങ്ങനെ എന്തൊക്കെ പിച്ചിയും പേയൊക്കെ പറഞ്ഞാണ്ട് അതോടുകൂടെ ഇതൊരു പൂവായി. ഇത് പൂവായിട്ടില്ല കേട്ടോ, അതൊരു പൂവായി. അതോടുകൂടെ അതൊരു പൂവായി മാറി. അപ്പൊ അയാൾ ഇത്രയും നേരം ഇതൊരു കടലാസാന്ന് പറഞ്ഞത് അല്ലട്ടോ, ഇതിൽ ചില അത്ഭുതങ്ങളൊക്കെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താനാ. അല്ലാഹു പറയാണ്, ഖുൽ നബിയേ തങ്ങൾ പറയണം, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലെയുള്ള മനുഷ്യനാണെന്ന് പറയണം നബിയേ. അത് പറഞ്ഞല്ല പറയാണ്, യൂഹാ ഇലയ്യ, എന്നിലേക്ക് അല്ലാഹുവിൽ നിന്ന് വഹ്യ് ലഭിച്ചിട്ടുണ്ട്. പതനായ റബ്ബിൽ നിന്ന് വഹ്യ് ലഭിച്ച പ്രവാചകനാണ് ഞാൻ, അല്ലാഹുവിന്റെ ഹബീബാണ് ഞാൻ. അത് ലോകത്തെ പഠിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബിനെ സ്വഹാബത്ത് മനുഷ്യനായി സാധാരണ മനുഷ്യനായി കണ്ടിട്ടില്ല. ഹബീബുമായി ബന്ധപ്പെട്ട ഒന്നും മുൻഗാമികൾ സാധാരണയായി കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് അബൂ ത്വൽഹാ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് തന്റെ വലതു ഭാഗത്തുള്ള മുടി വടിച്ചിട്ട് ആ അബൂ ത്വൽഹയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, ഇഖ്സിംഹു ബൈനന്നാസ്, എന്റെ തലയിൽ നിന്ന് ഞാൻ വടിച്ചെടുത്ത ഈ മുടി ആളുകൾക്ക് നീ വിതരണം ചെയ്യണേ. മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പോലുള്ള ഒരാളാണെങ്കിൽ, മുത്തുനബി ഞാനൊക്കെ ഒരുപോലെയാണ് എങ്കിൽ, നമ്മൾ ബാർബർ ഷാപ്പ് കയറിയിട്ട് നമ്മളെ മുടി ഇങ്ങനെ മൊട്ടടിക്കുമ്പോൾ കുറച്ച് വാരിയിട്ട് റോട്ടുമ്മ കൂടി പോണ ഒരാളെ വിളിച്ചിട്ട് എന്നാ ഇഖ്സിംഹു ബൈനന്നാസ്, എല്ലാവർക്കും കുറച്ച് കൊടുത്താളാട്ട എന്ന് പറഞ്ഞാല് എല്ലാം കൂടി ഓനിക്കന്നെ കിട്ടും. എന്തേ കാരണം? അത് അള്ളാന്റെ ഹബീബിന്റെ മുടിയാ, ഇത് എന്റെ ചീഞ്ഞ മുടിയാ. ആർക്ക് വേണം? ഹദിയായ മഹദിയായ അല്ലാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങുമ്പോ അസ്മാ ബീബി ശരീരത്തിൽ നിന്ന് വിയർപ്പിങ്ങനെ വടിച്ചെടുക്കുകയാണ്, എന്നിട്ട് കുപ്പിയിലാക്കുകയാ. ചോദിക്കുന്നുണ്ട് അസ്മാ, ഇതെന്തിനാണ്? ഇത് ഞങ്ങൾക്ക് അത്തറാക്കി പോരട്ടാനാണ് നബിയേ. ലോകത്തിന്റെ നേതാവിന്റെ വയർപ്പ് പോലും സാധാരണ നമ്മളെ പോലെയുള്ള വയർപ്പാണെന്ന് പറയരുതേ, അങ്ങനെ ചിന്തിക്കരുതേ. എന്നിട്ട് നമ്മൾ പറയാം അള്ളാന്റെ ഹബീബ് നമ്മളെ പോലെയാണ്, മുത്തനബി ജനിച്ച മാസം നമ്മൾ ജനിച്ചതുപോലെയാണ്. നഊദുബില്ലാ, അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. സൂക്ഷിക്കണം സഹോദരങ്ങളെ. അള്ളാന്റെ ഹബീബിന്റെ വയർപ്പ് അത്തറാക്കി കുപ്പിയിലാക്കുക. ആ നബി ഇന്നെ പോലെ എന്നും പറഞ്ഞ് നമ്മളെ വയർപ്പ് കുപ്പിയിലാക്കിയാൽ അത് മെഡിക്കൽ കോളേജിൽ ബോധം കെടുത്താൻ കൊടുക്കാം. ഞാൻ പറയുന്നത് ശരീരം അള്ളാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെട്ട ഒന്നും സാധാരണല്ല. ലോകത്തിന്റെ നേതാവിന്റെ എല്ലാം ഹബീബിൻ്റെതാണ്, മുത്തിൻ്റെതാണ്. ആ ഒരു ആദരവോട് അതുകൊണ്ടല്ലേ ലോകത്തിനെ കാണുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാ, ഹബീബിനെ കാണുന്നത് ഇഷ്ടമാ, ലോകത്തിന്റെ നേതാവിന്റെ അടുത്തിരിക്കുന്നത് ഇഷ്ടമാ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരു ദിവസം ഒരു ജൂതന റസൂലുള്ള പറഞ്ഞേക്കുകയാണ്. അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ വന്ന് ജൂതൻ പറഞ്ഞു, ഒരു 30 വെള്ളി തരുമോ മുഹമ്മദേ സ്വല്ലല്ലാഹു അലാ മുഹമ്മദേ. മുത്തുനബിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയാണ്, ഒരു 30 വെള്ളി തരുമോന്ന്. ഹബീബിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊടുക്കും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉണ്ടെങ്കിൽ കൊടുക്കും. ഇല്ല, ഉസ്മാനോട് പോയിട്ട് പറ, ഞാൻ പറഞ്ഞതാ 30 വെള്ളി തരാൻ. ഈ ജൂത നേരെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, മുഹമ്മദ് ഒരു 30 വെള്ളി തരാൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു ചോദിച്ചു, ആര് പറഞ്ഞു? മുഹമ്മദ്. ആര് പറഞ്ഞു? മുഹമ്മദ്. ആര് പറഞ്ഞു? ഉസ്മാൻ റളിയല്ലാഹു ആര് പറഞ്ഞു? ഇദ്ദേഹം മുഹമ്മദ് അള്ളാന്റെ ഹബീബിന്റെ പേര് ഇങ്ങനെ പറഞ്ഞു അവസാനം ഇയാൾക്കടെ റൈസായി. കുറച്ചൊക്കെ മനുഷ്യന്മാര് പറയുള്ളൂ. എത്രയാണെങ്കിലും ആളുകൾക്ക് വിരാൻ തളകൂലേ. പണ്ടൊരാളിന് പറഞ്ഞാലോ എനിക്ക് തീരെ ദേഷ്യം പിടിക്കൂല. അല്ല മനുഷ്യൻ. അപ്പൊ ആരെ ദേഷ്യം പിടിക്കൂല? നിങ്ങൾക്ക് ഇല്ല, തീരെ പിടിക്കൂല. ഇല്ല, തീരെ പിടിക്കൂല. ഇല്ല, തീരെ ദേഷ്യം പിടിക്കൂലേ? ഞാൻ നല്ല പറഞ്ഞേ, ഉറപ്പായില്ല ദേഷ്യം പിടിക്കൂല.
ഇയാൾക്ക് ദേഷ്യം പിടിച്ചു. ഇയാൾ ഞങ്ങൾ ആളെ പരിഹസിക്കാണോ? ഇല്ല, ഞാൻ നിങ്ങളെ പരിഹസിച്ചതല്ല. എന്റെ നേതാവിന്റെ ഷറഫാക്കപ്പെട്ട പേര് നിങ്ങളെ നാവിലൂടെ എങ്ങനെ പുറത്ത് വരുമ്പോ അതിങ്ങനെ കേട്ടിരിക്കാനുള്ള ആനന്ദം കൊണ്ട് ചോദിച്ചതാണ്. അത് വീണ്ടും വീണ്ടും കേൾക്കാൻ താല്പര്യം കൊണ്ട് ചോദിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള വെള്ളി വേണമെങ്കിൽ മുഴുവനും ഞാൻ അല്പാൽപമായി തരാം. എന്നിട്ടും എൻ്റെ മുമ്പിൽ നിന്നിട്ട് റസൂലുള്ളാഹിന്റെ പേരിങ്ങനെ പറഞ്ഞെന്നെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ എൻ്റെ തോട്ടം മുഴുവനും തരാം. എന്നിട്ടും എൻ്റെ മുമ്പിൽ വന്ന് എൻ്റെ നേതാവിൻ്റെ പേരിങ്ങനെ പറഞ്ഞ് എൻ്റെ മനസ്സിന് ആനന്ദം തരുകയാണെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിൽ അടുക്കള ജോലി ചെയ്ത് തരാം എന്ന് പറയുന്നതാരാണ്? ഇരിക്കുന്ന നമ്മളല്ല. റസൂലുള്ളാഹിന്റെ 2 മക്കളെ കല്യാണം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ദുന്നൂറൈൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ 2 മക്കളെ കല്യാണം കഴിച്ച മഹാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഹബീബിന്റെ പേരിങ്ങനെ കേട്ടിരിക്കാൻ ആര് പറഞ്ഞാലും അതിങ്ങനെ കേൾക്കുന്നത് ആനന്ദമാ. അതുകൊണ്ടാണ് ഉമ്മമാരെ, രക്ഷിതാക്കളെ, മുൻഗാമികളായ മഹാന്മാർ അള്ളാഹുവിന്റെ മദ്ഹ് കേൾക്കാൻ, ലോകത്തിന്റെ നേതാവിന്റെ മദ്ഹ് പാടാൻ, ഹബീബിന്റെ മദ്ഹ് പാടുന്നത് കേട്ടിരിക്കാൻ മുന്നോട്ട് വന്നത് കൊണ്ടാണ് മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ അള്ളാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറയുക, അള്ളാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറയിപ്പിക്കുക, എന്നിട്ട് ഖാലിഖായ റബ്ബിനോട് ദുആ ചെയ്യുക. അത് ഹബീബിന്റെ കാലം മുതൽ നടക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരാള് ഒരു കടലാസിൽ എഴുതി ആർക്കോ വിതരണം ചെയ്യുന്നുണ്ട്. ആ കടലാസിൽ നോക്കിയപ്പോ 2 വരി പാട്ട്. 2 വരി എന്താ അറിയോ? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. റസൂലുള്ളാഹിന്റെ മൗലിദാരും ഓതരുത്, കഴിക്കരുത്. അത് ഹിജ്റ 300 ശേഷം ഉണ്ടായതാണ്. അതുകൊണ്ട് അത് റസൂലുള്ളാഹിയോ സ്വഹാബത്തോ ചെയ്തതല്ല. ഏതോ ഒരു പൊട്ടം പറയാണ് പാവം. ഞാനും ഇങ്ങനെ ചിന്തിച്ചു, റബ്ബേ, ഈ പാട്ട് തഴവ ഉസ്താദിന്റെ പുസ്തകത്തിലുള്ള പാട്ടാ. തഴവ ഉസ്താദ് അല്ലാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. മഹാനവറുകൾ അങ്ങനെ പാടുവോ? ഇല്ല, അങ്ങനെ പാടാൻ സാധ്യമല്ലല്ലോ. അവസാന പുസ്തകം എടുത്ത് നോക്കുമ്പോ ആ പുസ്തകത്തിൽ അത് ഉണ്ട്. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. അതിന്റെ മേൽഭാഗവും കട്ട് ചെയ്തു, ഇതിന്റെ തായ് ഭാഗവും കട്ട് ചെയ്തു. മേലും തായും മുറിച്ച ഇതാണാ പെണ്ണാ തിരിയോ? അങ്ങനെ മേലും തായും മുറിച്ച അങ്ങനല്ലേ? പണ്ടൊരാൾ പെരിയിൽ വന്നപ്പോഴേ പണ്ട് ചെറുപ്പക്കാരൻ വീട്ടിൽ വന്നപ്പോ അയാളെ വീട്ടില് പിന്നെ ഉമ്മാന്റെ കാലിന് വാദത്തിന്റെ രോഗം. ഇയാള് ഉമ്മാനോട് ചോദിച്ചു, എന്തേ ഉമ്മ? കാലുവേദന, കാലിന് വാദത്തിന്റെ രോഗം. ഇയാള് പറഞ്ഞു, ഞാനിപ്പോ ഇന്നലെ വൈദ്യശാസ്ത്രം വായിച്ചപ്പോ അതിലൊരു ചികിത്സ കിട്ടിയിട്ടുണ്ട് വാദരോഗത്തിന്. അതെന്താ? വാദരോഗത്തിന് ഇരുമ്പ് ചൂടാക്കി വെക്കുക. അല്ല ചികിത്സ. ഇയാൾ ഉമ്മാനോട് പറഞ്ഞു, ഞാൻ ചികിത്സിക്കാം. പറഞ്ഞിക്കോട്ടെ, മക്കൾ ചികിത്സിച്ചാ പിന്നെ ഡോക്ടർ ഫീസ് കൊടുക്കണില്ലാതെ. ഏയ് മോനെ, ഇത് ലൈവ അപ്പോ പിന്നെ കിട്ടുമല്ലോ എന്ന് കരുതി ഉമ്മ പറഞ്ഞു, എന്നാ ചികിത്സിച്ചോ. ഇവൻ ഉമ്മ അറിയില്ലല്ലോ എന്ത് ചികിത്സ. ഇവന്റെ ഇരുമ്പിന്റെ കമ്പി എടുത്ത് അരമണിക്കൂർ അടുപ്പിൽ വെച്ച് അതിൽ നിന്ന് ആ ഇരുമ്പ് കമ്പി ഒന്ന് ഉമ്മാന്റെ കാലിലൊട്ടിന് നാട്ടിലാകെ ചർച്ചയായി. ചില ആളുകളൊക്കെ പറഞ്ഞു, എന്ത് വിഡ്ഢിത്തറബേ ഓനാ ചെയ്തത്. ചില ആളുകൾ പറഞ്ഞു, വിഡ്ഢിത്തൊന്നുമല്ല, ഓനാ പഴയ ഖുറാഫിയൊന്നുമല്ല, കുറച്ചൊക്കെ വിദ്യാഭ്യാസം ഉള്ളവനാ, കുറച്ചൊക്കെ പഠിച്ചവനാ, അവൻ പറഞ്ഞു കൊടുത്ത് കാര്യം ഉണ്ടാകും. മന്ദബുദ്ധികൾ അങ്ങനെ പറഞ്ഞു. ഓൻ പഠിച്ചോനാ, ചെറുപ്പക്കാരനാണ്, കുറച്ചൊക്കെ വിവരമുള്ളവനാ, ഓൻ പറഞ്ഞു കൊടുത്ത് കാര്യം ഉണ്ടാകും എന്നാണ് മന്ദബുദ്ധി പറഞ്ഞു. പക്ഷെ കാര്യപ്പെട്ട തൻ്റെ ആടുള്ള പഴമക്കാര് പറഞ്ഞു, പഠിച്ചോനെ എന്ത് കാര്യം മക്കളെ, ഞങ്ങളെ ചെവി മുളച്ചിട്ട് ഇങ്ങനത്തെ ചികിത്സ കേട്ടിട്ടില്ല. ഓൻ പറഞ്ഞു, ഞാൻ വായിച്ച പുസ്തകം കാണിച്ചു തരാം. കാണിച്ചോ. അവൻ കൊണ്ടുവന്നു. നോക്കുമ്പോ ആ പുസ്തകത്തിൽ അതുണ്ട്, വാതരോഗത്തിന് ഇരുമ്പ് ചൂടാക്കി വെക്കുക എന്നതിലുണ്ട്. പക്ഷേ ഓൻ അതിന്റെ കവർ നോക്കിയിട്ടില്ല. അതിന്റെ കവറിന്റെ മുകളിലുണ്ട് നാക്കാലി ചികിത്സ. അത് ഈ നാക്കാലി നോക്കിയില്ല. അതാ പ്രശ്നമായി. അതോ നോക്കിയില്ല. നേരെ മറിച്ച് അത് നോക്കിയിരുന്നെങ്കിലും എനിക്ക് മനസ്സിലാവുമായിരുന്നു ഇത് ഉമ്മാക്കുള്ളത് അറിയണതല്ലേ, നാക്കാരിയൊക്കെ പറഞ്ഞ ഓനെപ്പോലുള്ളവർക്ക് പറഞ്ഞാൽ അവന് വിധി എഴുതിയായിരുന്നു. പക്ഷെ അവൻ വിധി എഴുതിയില്ല.
നോക്കിയില്ല എന്ന് പറയുന്ന പോലെ അപ്പുറം നോക്കിയില്ല ഇപ്പുറം നോക്കിയില്ല, ഒരു കഷ്ണം മാത്രം നോക്കുമ്പോ മനുഷ്യന്റെ ഈമാൻ തെറിച്ചു പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മഹാനായി തഴ ഉസ്താദ് പറയുന്ന വാക്ക് കേട്ടോളൂ. ആദ്യത്തില് അതും നബിക്കുള്ള അതുപോലെ അമലുൽ മൗലിദിൻ അതിനാളുകൾ കൂടുന്നതെല്ലാം തന്നെയും സുന്നത്തുകൾ, അതുകൊണ്ട് അക്കൊല്ലം മുസീബത്തൊക്കെയും നീങ്ങുന്നതാണെന്നാണ് ഇബ്നുൽ ജൗസിയും. അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദിന്റെ സദസ്സിൽ കൂടുക, ഹബീബിന്റെ മൗലിദോദൽ സുന്നത്താ. ആ മൗലിദിന്റെ സദസ്സിൽ ഒരാളിരുന്നാൽ ഒരു കൊല്ലം അവർക്ക് ആഫത്ത് വരൂല, ഒരു മുസീബത്തിലും അവൻ പെടൂല. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ലോകത്തിന്റെ നേതാവിന്റെ മദ്ഹ്, അള്ളാന്റെ ഹബീബിന്റെ മൗലിദ് സ്വന്തം വീട്ടിലെങ്ങാനും പറഞ്ഞാൽ അവിടെ ദാരിദ്ര്യം വരൂല, ആഫത്ത് വരൂല, സഹരീങ്ങളെ സിഹർ വരൂല എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. ലോകം നമ്മൾ അറിയണം. കാരണം എന്താ? മുത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലി ദുആയിരുന്നാൽ ആ ദുആ അല്ലാഹു തട്ടുകയില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിന്റെ ഖലീല് മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവിന്റെ ഖലീല് പറഞ്ഞാൽ അറിയോ? അല്ലാഹ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ ഈ അടിമക്കും ഇഷ്ടാണ്. എന്റെ കുട്ടിനെ അറുക്കലാണ് റബ്ബേ നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ എന്റെ കുട്ടിനെ അറുത്തോളാം റബ്ബേ. ഖലീലുല്ലാഹി ഇബ്രാഹിം. എന്നാ ഹബീബ് എന്ന് പറഞ്ഞ അങ്ങനല്ല. അള്ളാന്റെ ഹബീബിന് എന്തൊക്കെയാണോ ഇഷ്ടം അതൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടം. കഅബയിൽ മസ്ജിദുൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന ലോകത്തിന്റെ നേതാവിന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്, എന്റെ ഇബ്രാഹിം നബിയുടെ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ. അപ്പോഴാണ് പടച്ച റബ്ബ് പറയുന്നത്, ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞോളൂ നബിയേ, അതങ്ങക്ക് ഇഷ്ടമുള്ളതല്ലേ. അള്ളാന്റെ ഹബീബിന്റെ ഇഷ്ടം അള്ളാഹ്ക്ക് ഇഷ്ടമാ. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ നേതാവിന്റെ മുമ്പിലേക്ക് വരികയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വന്നിട്ട് ലോകത്തിന്റെ നേതാവിന്റെ മദ്ഹ് പറയുകയാണ്. മുത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹ് ഇങ്ങനെ പാടി പാടി പാടി, ഇന്നർ റസൂല ലസയ്യിഫുൻ യുസ്തളാഉ ബിഹി മുഅന്നദും മിൻ സുയോ ഫില്ലാഹി മസ്ലൂലോ. ഹബീബിന്റെ മുമ്പിൽ വെച്ച മുത്തിന്റെ പാട്ട് പാടിയപ്പോ തന്റെ കയ്യിൽ ഒരു പുതപ്പുണ്ടായിരുന്നു, മുത്ത് മുസ്തഫ. സന്തോഷം കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ആ പുതപ്പ് കഅബിന്റെ തോളിൽ അണിഞ്ഞു കൊടുക്കുകയാ. ലോകത്തിന്റെ നേതാവിന്റെ മദ്ഹ് പറഞ്ഞപ്പോ കഅബിനോട് ഇതിന് മാത്രം സന്തോഷം കാണിച്ച ലോകത്തിന്റെ നേതാവിന് നമ്മളോട് ഇഷ്ടമുണ്ടാകും ഉമ്മ. ഹബീബിന് നമ്മളോട് ഇഷ്ടമുണ്ടാകും. രക്ഷിതാക്കളെ, യുവാക്കളെ, ആത്മാർത്ഥമായി ലോകത്തിന്റെ മദ്ഹ് നേതാവിന്റെ മദ്ഹ് പറയണം കേട്ടോ, അത് ചൊല്ലണം കേട്ടോ. ഹബീബിന്റെ മദ്ഹ് നല്ല മനസ്സോടെ റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ അവനാന്റെ പേരിൽ ഒരു ഹദീസെങ്കിലും ഓതിക്കോളി, രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പള്ളിയിലുണ്ടാവും, അത് മാത്രം പോരാ. മദ്രസയിലുണ്ടാകും, അത് മാത്രം പോരാ. അവനാന്റെ പേരിൽ പെണ്ണുങ്ങളും കുട്ടികളും ഒരു ഹദീസെങ്കിലും നമ്മളെ പേരിൽ മൗലൂദ് ഓതണം. അത് ആണുങ്ങൾ പറയണം അവനാന്റെ ഭാര്യമാരോട്, ഒരു ഹദീസെങ്കിലും മൗലൂദ് ഓതാത്ത ഒരു ദിവസം റബീഉൽ അവ്വൽ നമ്മളെ പേരിൽ ഉണ്ടാകരുതിട്ടാ എന്ന് പറയണം രക്ഷിതാക്കൾ ഭാര്യയോട്, മക്കളോട്, പേരക്കുട്ടികളോട്, മരുമക്കളോട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് നമ്മൾ സ്ട്രോങ് ആവണം. ആ രംഗത്ത് ബാപ്പി ഇമ്മി സ്ട്രോങ് ആവേണ്ടത് അവിടെ. ഒരു ഹദീസെങ്കിലും മൗലൂദ് ഓതാത്ത ഒരു ദിവസം ഇപ്പേരിയിൽ ഉണ്ടാകരുത് പറയണം. അവിടെയാണ് വാപ്പ സ്ട്രോങ് ആവേണ്ടത്. അല്ലാതെ മോനിക്ക് മരോൾക്ക് മോൻ പോയിക്കാണ്ട് മാക്സി വാങ്ങുമ്പോ എന്താണ് എന്നോട് ചോദിക്കാതെ മാക്സി വാങ്ങി എന്ന് പറയണ വാപ്പാകില്ല. അതൊക്കെ വാങ്ങിക്കോട്ടെ, അതൊക്കെ എന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും, നമ്മൾ ഖബർക്കും.
നേരെ പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ ദീനിന്റെ ഷിആറുകൾ നമ്മളെ വീട്ടിലുണ്ടാക്കാൻ വിഷയത്തിൽ സ്ട്രോങ് ആവണം. ചിലന്മാര് പറയും, ഉസ്താദേ ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് എന്താ കാര്യം, ഇപ്പത്തെ കുട്ടിയാക്കൊന്നും അത് അറിയില്ല, മൗലൂദൊന്നും അറിയില്ല ഓതാൻ, മക്കൾക്കും മരക്കും പേരെ കുട്ടിയാക്കും ഉറപ്പാണ്. അത് മൗലൂദ് മാത്രമല്ല, ഇപ്പത്തെ കുട്ടിയാക്ക് ചോറുണ്ടാക്കൽ അറിയോ, ഇപ്പത്തെ കുട്ടിയാക്ക് മീൻ ഉണ്ടാക്കൽ അറിയും. അമ്മേ പേരിലുള്ള ആരെങ്കിലും ഒരാൾ നന്നായിട്ട് ഉണ്ടാക്കിയിട്ട് ഉരുത്തി കൊടുത്താൽ നന്നായിട്ട് അങ്ങനെ മുണുങ്ങാൻ അറിയുന്നല്ലാതെ എന്താ പത്ത കുട്ടിയാക്ക് അറിയില്ല. പക്ഷെ അത് എന്തുകൊണ്ടാ അറിയാത്തത്? ബാപ്പാക്കും ഉമ്മാക്കും പഠിപ്പിക്കാനുള്ള മനസ്സില്ലാത്തോണ്ട്. ചെല്ലിക്കോളി മക്കളെ, അതാ ഓതിക്കോളി ഇത് മുത്ത റസൂലുള്ളാഹിന്റെ മദ്ഹാണ്, ഓതു മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഉമ്മ വീട്ടിലുണ്ടാകണം. അങ്ങനെ ഹബീബിന്റെ ഒരു ഹദീസെങ്കിലും മൗലൂദോതി എല്ലാ ദിവസവും അവനവന്റെ പെരിയിൽ അവന്റെ വേദനകൾ അള്ളാഹിനോടാണ് പറഞ്ഞു നോക്കൂ. പടച്ച റബ്ബ് നമ്മളെ കൈയൊഴിയൂല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മദ്ഹുകളിൽ ഒന്നാണല്ലോ ബുർദ. ആ ബുർദ രചിക്കുന്നത് ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു. ബുസൂരി ഇമാമിന്റെ ഉസ്താദ് അബു അബ്ബാസിൽ മുർസിയ ഈജിപ്തിലാണ് മഹാനവറുകളുടെ മഖ്ബറ. ഷാദുലി തരീഖത്തിന്റെ ശൈഖ അബുൽ ഹസൻ ഷാദുലിയുടെ മരുമകനാ റളിയല്ലാഹു അൻഹുമാ. ആ മഹാനവറുകൾ മരിക്കാൻ കിടക്കുമ്പോ ബുസൂരി ഇമാം കാണാൻ പോകുന്നുണ്ട്. ബുസൂരി ഇമാമിനോട് ഉസ്താദ് പറയുകയാണ്, മോനെ ഞാൻ ലോകത്തോട് വിട പറയുകയാണ്, അവസാനമായി എന്തെങ്കിലും വേണോ? ബുസൂരി ഇമാം പറയുകയാണ്, ഉസ്താദേ ദുആ ചെയ്യണം. മരിക്കാൻ നേരത്തെ ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറയാ. ഞാൻ അള്ളാഹിന്റെ ഹബീബിന്റെ ഇഷ്ടമുള്ളവനാകണം, റസൂലുള്ളാഹിക്ക് എന്നോട് ഇഷ്ടമുണ്ടാകണം, ഹബീബിന് എന്നോട് വല്ലാത്ത സ്നേഹമുണ്ടാകണം. അങ്ങനെ ഒരു വല്ലാതെ റസൂലുള്ളാഹിക്ക് സ്നേഹമുണ്ടാകുന്ന നാളെ അള്ളാഹിന്റെ ഹബീബിന്റെ കൂടെ നിൽക്കാൻ ഭാഗ്യം കിട്ടും വിധം റസൂലുള്ളാഹിക്ക് എന്നോട് സ്നേഹമുണ്ടാകുന്ന ഒരു അമല് ചെയ്ത് മരിക്കാൻ നിങ്ങൾ ദ്വാരിക്കണം ഉസ്താദേ. നാളെ മഹ്ശറിൽ ചെല്ലുമ്പോ ഹബീബിന് റസൂലുള്ളാഹിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടം ഉണ്ടാവണം. അങ്ങനത്തെ ഒരു അമലിക്ക് ചെയ്തിട്ട് വേണം മരിക്കാൻ. അബൂ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു ആയിരുന്നല്ലോ, പഠിച്ചോനെ എൻ്റെ ശിഷ്യന് നാളെ മഹ്ശറിൽ വരുമ്പോ റസൂലുള്ളാഹിന്റെ വല്ലാത്ത ഇഷ്ടം കിട്ടുന്ന കർമ്മം ചെയ്തതും മരിക്കുന്നതിന് മുമ്പ് അത്ര ഒരു പ്രവൃത്തി ചെയ്യാൻ തൗഫീഖ് നൽകണേ എന്ന് ആ ഒരു പ്രാർത്ഥനയുടെ ഉത്തരവും കൂടിയാണ് മഹാനായ ഇമാം ബുസൂരിയുടെ മിൻ തദക്കുർജി റാണിം ബിദി സലമി മസജതദം അൻജറാ മിൻ മുഖലത്തിൻ ബിദമി മൗലായ സ്വല്ലി വസല്ലം ദായിമൻ അബദാ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്നേഹം നമ്മളോടുണ്ടാകാൻ നല്ല മനസ്സോടെ രക്ഷിതാക്കളെ, ഉമ്മമാരെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞോ, ഹബീബിൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കോ. റസൂലുള്ളാഹിന്റെ അരികിലേക്ക് ഈജിപ്തിലെ ഭരണാധികാരി കുറേ സമ്മാനം കൊടുത്തയച്ചു. ഈജിപ്തിലെ ഭരണാധികാരി കുറെ സമ്മാനം മുത്തനബിക്ക് കൊടുത്തേക്കുക. ആ സമ്മാനങ്ങളിൽ 2 ക്രിസ്ത്യാനി പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. 2 ക്രിസ്ത്യൻ പെണ്ണുങ്ങൾ. ഒന്നിന്റെ പേര് മേരി, മറ്റൊന്നിന്റെ പേര് സീരീൻ. ഈ 2 പെണ്ണുങ്ങളെയും അള്ളാന്റെ ഹബീബ് സ്വീകരിച്ചു. എന്നിട്ട് ഒന്നിനെ ലോകത്തിന്റെ നേതാവ് നിക്കാഹ് ചെയ്ത് വിവാഹം ചെയ്തു. അതാണ് ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി ജനിച്ച മരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹാ. രണ്ടാമത്തെ സീരീൻ എന്ന് പറയുന്ന പെണ്ണിനെ അള്ളാന്റെ ഹബീബ് ഏറ്റവും തനിക്ക് ഇഷ്ടമുള്ള ഒരു സ്വഹാബിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ആരാണ് ആ സ്വഹാബി എന്നറിയുമോ? അതാണ് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ പ്രത്യേകത, മുത്ത് റസൂലുള്ളാഹിക്ക് 200ഓളം റസൂലുള്ളാഹിന്റെ കഥ പറയുന്ന കവികൾ ഉണ്ടായിരുന്നു. അതിൽ പ്രമുഖനാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറയുകയാ. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞ് ഇറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അത് കേട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിറങ്ങി വരുമ്പോ ഹസ്സാനെ വാരിപ്പുണർന്നിട്ട് അല്ലാഹു മയ്യദഹു ബിറൂഹിൽ ഖുദ്സ് എന്ന് ആനായ ഹസ്സാൻ ഇബ്നു സാബിത്തിന് വേണ്ടി ദുആ ചെയ്തു. മുഹമ്മദുർ റസൂലുള്ളാഹ്.
അതുകൊണ്ടാ പറയണത് അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ഓതുക, ആ ഓതുന്ന സദസ്സിൽ പങ്കെടുക്കുക. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ദുആ അവർക്കുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നെ ഓതിയാ മാത്രം പോരാ, അതേ മനസ്സിൽ ആഗ്രഹം വേണം, താല്പര്യം വേണം. അവിടെ ഇരുന്നങ്ങനെ ഓതണം, അതങ്ങനെ കേട്ടിരിക്കണം. ഇന്ന് ചില ആളുകൾ ഓതും, പക്ഷെ കേൾക്കാൻ ഓദിക്കും, പക്ഷെ കേൾക്കാൻ ഉണ്ടാവില്ല. ഞാൻ നാളെ ഒരു പെരിയ കുടിരിക്കലിന് പോയപ്പോ വാതിലാണ് തുറന്ന് മേലക്കാട് കയറി. നിസ്കാരം കഴിഞ്ഞപ്പോ പെരക്കാരൻ പറഞ്ഞു, ഞാൻ എല്ലാരും മേലക്കാണ്ട് കയറിക്കോളി, അവിടെ പോയിരുന്നു മൊലു പോയിക്കോളി. ബെയ്ത്തെല്ലാനും മൂലേര്, ജവാബെല്ലാനും മൂലേര്, ദ്വാരക്കാനും മൂലേര്, ആമീൻ പറയാനും മൂലേര്. ആചാര്യാക്കാക്ക് ഇപ്പൊ ഇതൊന്നും വേണ്ട, അയാൾക്ക് പെരായില്ല. ഇപ്പൊ ഇതിനാ മൗലൂദ്. അങ്ങനെയാണോ മൗലൂദ്? ഒന്നും വേണ്ട. പിന്നെ പെരക്കാരൻ എന്താ പണി? പെരക്കാരന് ഇറച്ചും പൊറാട്ടി എത്തിയോ നോക്കണ പരിപാടിയാണ്. പെരക്കാരത്തിക്ക് പൊരിച്ച പോയി എന്താ മട്ടം നോക്കണ പരിപാടി. കുട്ടികളും മക്കളൊക്കെ അപ്പോഴും ഫേസ്ബുക്കിൽ വാട്സപ്പിൽ ഇതൊക്കെ എടുത്ത് വിടണേ. അവർക്ക് എന്ത് മൗലൂദാ? അതാണോ മൗലൂദ്? അല്ല. പഴമക്കാരെന്താ ചെയ്യുന്നത്? പഴമക്കാരായ നമ്മളെ ഉപ്പമാർ, പഴമക്കാരായ നമ്മളെ ഉമ്മമാർ വീട്ടിൽ മൗലൂദോതും, മൗലൂദോദിപ്പിക്കോ. ഒരു റൂമിലിരുന്ന് കൊണ്ട് ഉസ്താദന്മാര്, പണ്ഡിത ആളുകളൊക്കെ ഒരുമിച്ച് കൂടുമ്പോ അതേ റൂമിലുണ്ടാകും വീട്ടുകാരൻ, മക്കള്, പേരമക്കള്, കുടുംബക്കാര്. അപ്പുറത്ത് വേറെ ഒരു റൂമുണ്ടാകും. ആ റൂമിലുണ്ടാകും ഉമ്മ, വല്യമ്മ, മരുമകള്, പേരക്കുട്ടികള്. എത്രത്തോളം തൊട്ടിലിൽ മാത്രം കിടക്കാൻ അറിയുന്ന, അട്ടും പൊട്ടും തിരിയാ തമ്മിഞ്ഞപ്പാല് കൊടുക്കുന്ന പൈതല്, തൊട്ടിലിൽ കിടക്കുന്ന പൈതലിനെ പോലും ആ തൊട്ടിൽ നിന്ന് ഉമ്മ എടുത്തിട്ട് വീട്ടിലേക്ക്, ആ റൂമിലേക്ക് കൊണ്ടുവന്ന് മടിയിൽ വെച്ചിട്ട് ഇരിക്കുകയാ. എന്നിട്ട് അവിടെ ഇരുന്ന് കൊണ്ടന്തവും എന്ന് പറയുമ്പോ അതേ റൂമിലുള്ള ഉപ്പ, മക്കള്, പേരക്കുട്ടികള്, അപ്പുറത്ത് റൂമിലുള്ള ഉമ്മ, മരുമോള്, പൈതങ്ങളെ മടിയിലും വെച്ചിട്ട് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അതെങ്ങനെ കുഞ്ഞുനാളിലെ ചൊല്ലിയും പറഞ്ഞും വളർന്ന ഒരു കുട്ടിയുടെ മനസ്സ് മലിനമാകൂല. ആ കുട്ടി മാതാപിതാക്കളെ ശത്രുവാകൂല്ല, കുടുംബത്തിലും അപകടങ്ങൾ ഉണ്ടാക്കില്ല. കാരണം പൈതലായ നേരത്തുമ്മാന്റെ മടിയിലിരുന്ന് കേട്ടത് അള്ളാന്റെ ഹബീബിന്റെ മദ്ഹല്ലേ. ആ കുട്ടി എങ്ങനെ കേടുവരാനാ?